ഈ ക്യൂബ് ട്രെയിനിങ് സെഷന്റെ 6ാം ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങൾ വളരെ സന്തോഷത്തോടെ വളരെ നല്ല നിലയിൽ നമുക്ക് നടന്നുപോയി. ഇന്ന് നമ്മുടെ മുന്നിൽ ഈഗോ സ്റ്റേറ്റ്സ് ഇൻ TA ബന്ധങ്ങൾ സുദൃഢമാക്കാൻ. ഇന്ന് തുടക്കത്തിലെ ബന്ധങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഇടിയും മിന്നലും, ആ മിന്നൽ കേട്ടപ്പോ മാത്രമാണ് ഒരു ആശ്വാസം. കുടുംബങ്ങള് രണ്ടുപേരും ഒരുമിച്ചിരുന്ന, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാണ് ഇടി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോ ആലോചിച്ചു, തമ്പരാനെ കുടുങ്ങിയോ. അപ്പോഴാണ് മിന്നൽ എന്ന് കൂടി കേട്ടു, പവർ കട്ട് എന്ന് കേട്ടപ്പോ നമുക്കൊരു ആശ്വാസമായി. എന്തായാലും ബന്ധങ്ങൾ സുദൃഢമാക്കാൻ, സന്തോഷകരമാക്കാൻ, കുടുംബം ഇമ്പമുള്ളതാക്കാൻ, അതിനുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് ഇന്ന് ഡൊമിനിക് സാർ നമ്മോടൊപ്പം ഉള്ളത്. മാനേജ്മെന്റ് വിദഗ്ധനും NLP മാസ്റ്റർ ട്രെയിനറും, അതിനേക്കാൾ ഉപരി ലോകം ചുറ്റിക്കറങ്ങി ഏഷ്യാ ഭൂഖണ്ഡം കടന്ന് ആഫ്രിക്കൻ നാടുകളിലെ പ്രവാസ ജീവിതം നയിച്ച് ഇന്ന് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ കുറേയേറെ ജീവിതങ്ങൾ കണ്ട് അതിന്റെ ആ ബന്ധനങ്ങളും തിരിച്ചറിഞ്ഞ് അതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഡൊമിനിക് സാർ എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനപൂർവ്വം ഈ ടീമിന് വേണ്ടി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. വാം വെൽക്കം സർ. താങ്ക് യു അഷ്റഫിക്ക. ഇന്ന് അഷ്റഫിക്ക പറഞ്ഞതുപോലെ ഈഗോ സ്റ്റേറ്റ്സ് ഇൻ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ്. ഈഗോ സ്റ്റേറ്റ്സ് ഇൻ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട്, മനുഷ്യൻ ഒരു സങ്കീർണ ജീവിയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യനെ ഒരു സങ്കീർണ ജീവി എന്ന് വിളിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷി മൃഗാദികളെ ശ്രദ്ധിക്കുക. ഈ പക്ഷി മൃഗാദികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ട്. ഭക്ഷണ കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും അവർക്കൊരു തീർച്ചയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു വ്യക്തതയുണ്ട്. അവർക്ക് യാതൊരു സംശയവുമില്ല. എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിലോ എന്ത് ഭക്ഷിക്കണമെന്നുള്ള കാര്യത്തിലോ അവർക്ക് യാതൊരുവിധ അവ്യക്തതയും ഇല്ല. പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. പരിണാമ പ്രക്രിയയുടെ അവസാനത്തെ കണ്ണിയാണ് മനുഷ്യൻ. എന്നിരുന്നാലും ഇത്രയും പരിണാമങ്ങൾ കഴിഞ്ഞ് വന്നയൊരു സൃഷ്ടിയാണ് മനുഷ്യനെങ്കിലും അവന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഒരു സങ്കീർണ ജീവിയാണ് എന്ന് നമ്മൾ പറയുന്നത്. മിക്കവാറും എല്ലാ മനുഷ്യരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണ് ഈ സങ്കീർണതയ്ക്ക് കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്? ഈ സങ്കീർണതയ്ക്കുള്ള ഉത്തരം കണ്ടെത്താൻ പല മനഃശാസ്ത്രജ്ഞന്മാരും കാലാകാലങ്ങളോളമായി ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു മനഃശാസ്ത്ര രീതിയെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആശയവിനിമയ രീതികളാണ്. അതായത് നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെയാണ് പല പ്രശ്നങ്ങളുടെയും ഒരു കാരണമായി നാം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ആശയവിനിമയ രീതികളിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? അവയ്ക്കുള്ള പരിഹാരം എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെപ്പറ്റി ഒരു കനേഡിയൻ സൈക്യാട്രിസ്റ്റ് ആയിരുന്ന എറിക് ബേൺ വളരെയധികം നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ജനിച്ച് 1970 മരിച്ച എറിക് ബേൺ ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു, കനേഡിയൻ സൈക്യാട്രിസ്റ്റ്. നമ്മുടെ ആശയവിനിമയ രീതികൾ ക്രമീകരിക്കാൻ, അതുവഴി നമ്മുടെ പെരുമാറ്റം മോഡിഫൈ ചെയ്യാൻ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന പേര് കൊടുത്ത് എറിക് ബേൺ കണ്ടുപിടിച്ച മനഃശാസ്ത്ര സിദ്ധാന്തത്തിന് സാധിക്കും. ഇനി നമുക്ക് ആദ്യമായിട്ട് ട്രാൻസാക്ഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ആശയവിനിമയ അപഗ്രഥനം എന്താണ് എന്ന് പോകുന്നതിന് മുമ്പ്, എന്താണ് ട്രാൻസാക്ഷൻ? ഒരു സാമൂഹിക ഇടപാട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്റർകോഴ്സിന്റെ ഒരു യൂണിറ്റിനെ നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നു.
നമുക്കറിയാം, നമ്മൾ ദൂരം അളക്കാൻ കിലോമീറ്റർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മീറ്റർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സെന്റിമീറ്റർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഭാരം അളക്കാൻ നമ്മൾ കിലോഗ്രാം, ഗ്രാം എന്നിങ്ങനെ ഉള്ള യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ ഇന്റർകോഴ്സിന്റെ ഒരു യൂണിറ്റിനാണ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒന്നിച്ചു ചേരുന്ന ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒന്നിച്ചു ചേരുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വ്യക്തികളിൽ ഒരാൾ ഒരു സംഭാഷണമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാമീപ്യം അംഗീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നു. അതൊരു സംഭാഷണമാകാം, അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. ഇതിന് ട്രാൻസാക്ഷണൽ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നു. ആദ്യത്തെ വ്യക്തി ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു. ഇതിന് പകരമായി അവിടെ കൂടിയിരിക്കുന്ന ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. എന്നെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം, ഇപ്പോ കാണുകയും ചെയ്യാം. ഓക്കെ, കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഒരു സംഭാഷണം ഉടലെടുക്കുന്നു. ആദ്യമായിട്ട് ഒരു വ്യക്തി സംസാരിച്ചു തുടങ്ങുന്നു. അതിനെ നമ്മൾ ട്രാൻസാക്ഷണൽ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നു. അതിന് ഒരു പ്രത്യുത്തരമായിട്ട് മറ്റൊരു വ്യക്തി എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നു. ഇതിനെ ട്രാൻസാക്ഷണൽ റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ട്രാൻസാക്ഷണൽ സ്റ്റിമുലസും റെസ്പോൺസും അപഗ്രഥിച്ച് ഈ വ്യക്തികളുടെ മനസ്സിന്റെ ഏത് ഭാവത്തിൽ നിന്നാണ്, ഈ ഭാവം എന്നുള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, മനസ്സിന്റെ ഏത് ഭാവത്തിൽ നിന്നാണ് ഈ ട്രാൻസാക്ഷണൽ സ്റ്റിമുലസും റെസ്പോൺസും വന്നത് എന്ന് പരിശോധിച്ചറിഞ്ഞു അനലൈസ് ചെയ്ത് അവരുടെ വ്യക്തിത്വങ്ങളെ പറ്റി പഠിക്കുക എന്ന രീതിയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിൽ നടത്തുന്നത്. എറിക് ബേൺ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മോട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ട്രാൻസാക്ഷണൽ അനാലിസിസ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എറിക് ബേൺ പറഞ്ഞ കാര്യത്തിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മളിൽ പലരും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, എൻ്റെ വിധി ഇതായി പോയല്ലോ, എൻ്റെ വിധി ഇതായി പോയല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ബുദ്ധിമുട്ടേറിയ അവസരങ്ങളിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ പരീക്ഷയിൽ തോക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരു അവസരത്തിൽ നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട്, ദൈവമേ അല്ലെങ്കിൽ ഈശ്വര, എൻ്റെ വിധി ഇങ്ങനെയായി പോയല്ലോ എന്ന്. എറിക് ബേൺ പറയുന്നത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു വിധി അല്ലെങ്കിൽ ഒരു തലയിലെഴുത്ത് ഉണ്ട്. ഇതിനെ സ്ക്രിപ്റ്റ് എന്നാണ് നമ്മൾ എറിക് ബേൺ നാമകരണം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ തലച്ചോറിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മൾ മലയാളത്തിൽ ഇതിനെ തലയിലെഴുത്ത് എന്ന് വിളിക്കുന്നു. ഈ സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഈ തലയിലെഴുത്തുണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇത് എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, എപ്പോഴാണ് എഴുതപ്പെടുന്നത്? നമ്മൾ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ഈ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങും. നമ്മുടെ മനസ്സിൽ ആലേഖനം ചെയ്യപ്പെട്ടു തുടങ്ങും. അത് ഏതാണ്ട് 5 വർഷങ്ങളോളം, അതായത് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 5 വർഷങ്ങളോളം ഈ സ്ക്രിപ്റ്റ് എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ 5 വർഷങ്ങൾക്ക് നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല, അല്ലെ? അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 5 വർഷങ്ങളിൽ അവന്റെ ജീവിതത്തെ പറ്റി യാതൊരു കൺട്രോളും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ വിധി ഇതായി പോയി, എൻ്റെ തലയിലെടുത്ത് ഇതായി പോയി എന്നൊക്കെ പരിതപിക്കുന്നവർക്ക് ഈ തലയിലെടുത്ത് മാറ്റാൻ സാധിക്കുമോ? ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഈ തലയിലെടുത്ത് ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. നമ്മുടെ 5 വയസ്സ് വരെ എഴുതിയ ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തലയിലെടുത്ത് ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ സന്തോഷത്തിനൊരു വകയുണ്ട്. ഈ സ്ക്രിപ്റ്റ് മായ്ച്ചു കളയാൻ പറ്റുകയില്ലെങ്കിലും ഇത് തിരുത്തി എഴുതുവാൻ നമുക്ക് സാധിക്കും. ഈ നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ എഴുതിയിരിക്കുന്ന ഈ തലയിലെഴുത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു വഴികളിൽ കൂടെ സാധിക്കുന്ന ചില വഴികളിൽ കൂടെ ഇത് തിരുത്തി എഴുതുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട്
ഞാൻ ടിഐയിലേക്ക് കടക്കുകയാണ്. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന തത്വത്തിലേക്ക് കടക്കുകയാണ്. എറിക് ബേണിന്റെ സിദ്ധാന്തം അനുസരിച്ച്, എറിക് ബേണിന്റെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ 3 ഭാവങ്ങളുണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ 3 ഭാവങ്ങളുണ്ട്. ഇതിനെ ഈഗോ സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഈഗോ സ്റ്റേറ്റ്സ്? ഈ 3 ഈഗോ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ ഒരു കണക്ഷന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് സാധിക്കുന്നില്ല. നമ്മുടെ എല്ലാം ഉള്ളിൽ 3 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തൊക്കെയാണ് ഈ 3 ഈഗോ സ്റ്റേറ്റ്സ്? നമ്മുടെ ഉള്ളിൽ ഒരു പേരന്റ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്, ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്, ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു പിതൃഭാവമുണ്ട്, ഒരു ശിശുഭാവമുണ്ട്, ഒരു പക്വഭാവമുണ്ട്. പിതൃഭാവം, ശിശുഭാവം, പക്വഭാവം, അതായത് പേരന്റ് ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. നമുക്ക് ഈ ഈഗോ സ്റ്റേറ്റുകളെ പറ്റി വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കളെ പറ്റി ചിന്തിക്കാം. നമ്മൾ ജനിച്ചു വീഴുന്നു, മാതാപിതാക്കൾ നമ്മളെ കാത്തുരക്ഷിക്കുന്നു, നമുക്ക് വേണ്ടതെല്ലാം തരുന്നു, നമുക്ക് വേണ്ട ശാസനങ്ങൾ തരുന്നു, നമ്മൾക്ക് വേണ്ട സ്നേഹം തന്നു വളർത്തുന്നു. ഇവയെല്ലാം ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ആലേഖനം ചെയ്യപ്പെടുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് ആണ് പേരന്റ് ഈഗോ സ്റ്റേറ്റ് ആയി നമ്മുടെ ഉള്ളിലേക്ക് എഴുതപ്പെടുന്നത്. രണ്ടാമത്തേത്, ഇവയെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഇത്. രണ്ടാമത്തേത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്താണ്? ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാം നമുക്ക്. അവൻ കളിതമാശകൾ, അവന്റെ ഉള്ളിൽ പേടിയുണ്ട്, അവന്റെ ഉള്ളിൽ വിഷമങ്ങളുണ്ട്, ഇങ്ങനെയുള്ള അവന്റെ ഉള്ളിൽ ഒത്തിരി ഫീലിങ്സ് ഉണ്ട്. ഈ ഫീലിങ്സ് എല്ലാം അവന്റെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് അവന്റെ ഉള്ളിലെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ഇനിയും മുതിർന്നവർ, അഡൽട്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ അഡൽട്ട്സിനെ പറ്റി ഒരു ഏകദേശ ധാരണയുണ്ട്. എന്താണ് ഒരു അഡൽട്ട്? അഡൽട്ട് എന്ന് പറഞ്ഞാൽ മുതിർന്നവർ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും, അവർ കാര്യങ്ങളെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഉള്ള 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഈ 3 ഭാവങ്ങളാണ് പേരന്റ് ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, അല്ലെങ്കിൽ പിതൃഭാവം, ശിശുഭാവം, പക്വഭാവം എന്നീ 3 ഭാവങ്ങൾ. ഇനി നമുക്ക് ഈ പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്താണ് എന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാം. ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ തന്നെ ആ കുഞ്ഞിനോട് പല വ്യക്തികളും ഇടപഴകുന്നു. ആ കുഞ്ഞിന്റെ മാതാപിതാക്കളുണ്ട്, മറ്റ് ആൾക്കാരുണ്ട്. ഈ മാതാപിതാക്കളും തത്തുല്യരായ ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ആലേഖനം ചെയ്യപ്പെടുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ, ഇങ്ങനെയുള്ളതെല്ലാം ആ കുഞ്ഞിന്റെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവയെല്ലാം ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ആ കുഞ്ഞിന്റെ തലച്ചോറിൽ ഇവയെല്ലാം രേഖപ്പെടുത്തുവാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഈ കുഞ്ഞ് ചുറ്റുപാടും കാണുന്ന എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിന്റെ തലയിൽ എഴുതപ്പെടുന്നു. ഈ രേഖപ്പെടുത്തലുകളാണ്, ഈ ഉള്ളിലേക്ക് വരുന്ന രേഖപ്പെടുത്തലുകളാണ് ആ കുഞ്ഞിന്റെ ഉള്ളിലെ പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുഞ്ഞിന്റെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെടുന്നത്? ഇവിടെ നമുക്ക് കാണാം 2 തരം കാര്യങ്ങൾ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അതായത് ഒരു കുഞ്ഞ് വളരെയധികം പോസിറ്റീവ്സ് കാണുന്നു. അവന്റെ ചുറ്റുപാടും അവനെ വാത്സല്യത്തോടെ നോക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ ഭാവം, അത് ഒരു നർച്ചറിങ് പേരന്റ് എന്നുള്ള നിലയിൽ ഈ പോസിറ്റീവ് കാര്യങ്ങൾ അവന്റെ ഉള്ളിലേക്ക് പോകുന്നത്, ഈ പേരന്റ് സ്റ്റേറ്റിനെ തന്നെ, ഈ പേരന്റ് ഈഗോ സ്റ്റേറ്റിനെ തന്നെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. ഒന്ന് നർച്ചറിങ് പേരന്റ്, അല്ലെങ്കിൽ വാത്സല്യ പിതൃഭാവം. ഈ പോസിറ്റീവ്സ് എല്ലാം വന്ന് എഴുതപ്പെടുന്ന സ്ഥലമാണ് നർച്ചറിങ് പേരന്റ് അല്ലെങ്കിൽ വാത്സല്യ പിതൃഭാവം എന്നുള്ളത്.
ഇനി വളരെയധികം നെഗറ്റീവ്സും ഇതോടൊപ്പം തന്നെ വരുന്നു. വളരെയധികം നെഗറ്റീവ്സും ഈ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവയെല്ലാം ഒരു ക്രിട്ടിക്കൽ പേരന്റ് അല്ലെങ്കിൽ കർക്കശ പിതൃഭാവം എന്ന ഭാഗത്താണ് ആലേഖനം ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് കാണാം ഈ ഈഗോ സ്റ്റേറ്റ്സിനെ പറ്റിയാണ്. എല്ലാവർക്കും കാണാമോ? കാണാം. ഓക്കെ, കാണാം. അപ്പൊ നമ്മള് ഈ പേരന്റ് ഈഗോ സ്റ്റേറ്റിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ്സ് എല്ലാം നർച്ചറിങ് പേരന്റ് അഥവാ വാത്സല്യ പിതൃഭാഗം എന്ന ഭാഗത്തേക്കും, ക്രിട്ടിക്കൽ പേരന്റ് അഥവാ കർക്കശ പിതൃഭാഗം, അവിടെയാണ് നെഗറ്റീവ്സ് എല്ലാം ആലേഖനം ചെയ്യപ്പെടുന്നത്. അതായത് കർക്കശ പിതൃഭാവത്തിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പേരന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വന്ന് ആലേഖനം ചെയ്യപ്പെടുന്നത്? അവിടെ നിയന്ത്രണങ്ങളുണ്ട്, കുറ്റപ്പെടുത്തലുകളുണ്ട്, ശകാരങ്ങളുണ്ട്, നിയമങ്ങൾ നടപ്പാക്കലുണ്ട്, ശിക്ഷ നടപ്പാക്കലുകളുണ്ട്, വിലക്കുകൾ ഏർപ്പെടുത്തുന്നുണ്ട്, കാർക്കശ്യം, മുൻവിധിയോടെയുള്ള പെരുമാറ്റം. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ആണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ക്രിട്ടിക്കൽ പേരന്റ് എന്ന കുഞ്ഞിന്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരന്റ് ഈഗോ സ്റ്റേറ്റിന്റെ തലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു വ്യക്തി വളരെ നിശിതമായി ഒരാളെ വിമർശിക്കുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ഉള്ളിൽ വളരെയധികം ക്രിട്ടിക്കൽ പേരൻസ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വാത്സല്യ പിതൃഭാവം അല്ലെങ്കിൽ നർച്ചറിങ് പേരന്റിൽ എന്തൊക്കെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? അവിടെ സ്നേഹ വാത്സല്യങ്ങളുണ്ട്, അമ്മയുടെയും അതുപോലെ പിതാവിൻ്റെയും സ്നേഹ വാത്സല്യങ്ങളുണ്ട്, അവരുടെ നിരുപാധികമായ സ്നേഹമുണ്ട്, അവരുടെ പ്രോത്സാഹനങ്ങൾ, കുഞ്ഞിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവം, ക്ഷമ, ഇങ്ങനെയുള്ള പോസിറ്റീവ്സ് എല്ലാം ആലേഖനം ചെയ്യപ്പെടുന്ന സ്ഥലമാണ് കുഞ്ഞിന്റെ നർച്ചറിങ് പേരന്റ് എന്ന ഭാഗം. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടത്, ഇതിൽ ഏതാണ് മെച്ചം ഏതാണ് മോശം എന്നൊന്നുമില്ല. ഒരു കുഞ്ഞിന് രണ്ടും ആവശ്യമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു നർച്ചറിങ് പേരന്റ് ഉണ്ടായിരിക്കണം, ഒരു ക്രിട്ടിക്കൽ പേരന്റ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഈ രണ്ടും ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ പ്രയോഗിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇനി ഈ പിതൃഭാവത്തിന് നമ്മൾ പേരന്റ് ഈഗോ സ്റ്റേറ്റിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിതൃഭാവത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രത്യേകതകൾ? ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ മാതാപിതാക്കളും തത്തുല്യരായ വ്യക്തികളും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതുപോലുള്ള കാര്യങ്ങളാണ് ഈ കുഞ്ഞിലേക്ക് പോകുന്നത്, പേരന്റ് ഈഗോ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കുഞ്ഞിന് ചെറുപ്പത്തിൽ 5 വയസ്സ് വരെയാണ് ഇതെല്ലാം എഴുതപ്പെടുന്നത്. ഈ 5 വയസ്സ് വരെയുള്ള ഒരു പ്രത്യേകത, ഈ കുഞ്ഞ് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് വാക്കുകൾക്ക് അർത്ഥം കൊടുക്കുവാനുള്ള കഴിവുകളില്ല ഈ കുഞ്ഞിന്. അതുകൊണ്ട് ചുറ്റുപാടും നിന്നും വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഇവന് തിരുത്തി എഴുതാൻ, അതായത് എഡിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെയുള്ളതെല്ലാം ഉള്ളിലേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെയാണ്. യാതൊരു എഡിറ്റിംഗും നടക്കാതെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കപ്പെടുന്നു. യാതൊരു എഡിറ്റിംഗും അവിടെ നടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നിരന്തരം കലഹിക്കുന്ന മാതാപിതാക്കളെ പറ്റി നമുക്ക് ചിന്തിച്ച് നോക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? തൻ്റെ കുഞ്ഞിന്റെ, അതായത് ഈ കുഞ്ഞ് തൻ്റെ നിലനിൽപ്പിനായി ആശ്രയിക്കുന്ന ആരെയാണ്? ഈ മാതാപിതാക്കളെയാണ്. അപ്പോൾ ഈ മാതാപിതാക്കൾ തമ്മിൽ കലഹമാണെങ്കിൽ, അതായത് കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട മാതാപിതാക്കൾ തമ്മിൽ യോജിപ്പില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു യുദ്ധം അതിന്റെ എല്ലാ ഭയാനകതകളോടുകൂടി രേഖപ്പെടുത്തുന്നു. അതായത് കുഞ്ഞിന്റെ ഉള്ളിൽ വയലൻസ് നിറയുന്നു. അപ്പോൾ വയലൻസ് ശരിയാണ്, വയലൻസ് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് ആ കുഞ്ഞ് എത്തുന്നു. മൂന്നാമതായിട്ട്
പൊരുത്തക്കേടുള്ള രേഖപ്പെടുത്തലുകളാണ്. പൊരുത്തക്കേടുള്ള ഉള്ള രേഖപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഒന്ന് പറയുന്നു, വേറൊന്ന് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പ്രവണതയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് കുഞ്ഞിന് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ പേരന്റൽ ഈഗോ സ്റ്റേറ്റ് വളരെ വീക്കായി, അല്ലെങ്കിൽ ഒരുപക്ഷെ ടേൺഡ് ഓഫ് ആയി പോകുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി ചിന്തിച്ചു നോക്കാം. ഈ രണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഒത്തുചേർന്നാൽ നമുക്കറിയാം വളരെ മനോഹരമായ ഒരു ശബ്ദമാണ് പുറത്തേക്ക് വരിക. അതേസമയം ഇവ തമ്മിൽ ഒരു ഡിസ്കോർഡിൽ, ഒരു യോജിപ്പില്ലായ്മയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് വളരെ അരോചകമായ ഒരു ശബ്ദമായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് കാണാം, രണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് മാതാവും പിതാവും നിൽക്കുന്നു. ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലെങ്കിൽ വീണ്ടും കുഞ്ഞിന് സംഭവിക്കുന്നത് അവന്റെ ഉള്ളിലെ ഈഗോ സ്റ്റേറ്റ്, പേരന്റൽ ഈഗോ സ്റ്റേറ്റ് ടേൺഡ് ഓഫ് ആയി പോകുന്നു, അല്ലെങ്കിൽ അത് വളരെ വീക്കായി പോകുന്നു. അത് അവിടെ നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയാണിത്. ഈ കുഞ്ഞിന്റെ പിതൃഭാവം രൂപപ്പെടുത്തുന്നതിൽ ആരൊക്കെയാണ് പങ്കുവഹിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതായിട്ട് അതിന്റെ കുഞ്ഞിന്റെ മാതാപിതാക്കൾ, അവരാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവർ. കുഞ്ഞിന്റെ ക്രിട്ടിക്കൽ പേരന്റ് ആണെങ്കിലും നർച്ചറിങ് പേരന്റ് ആണെങ്കിലും രണ്ടും രേഖപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളാണ്. അവരാണ് ഈ കുഞ്ഞിന്റെ കൂടെ ആദ്യം മുതലേ ജനിച്ചു വീണ നിമിഷം മുതൽ അവന്റെ കൂടെ ഉള്ളത് ഈ മാതാപിതാക്കളാണ്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ പല വീടുകളിലും ഇന്ന് മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ ഒരുപക്ഷെ ആയമാരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്ലേ സ്കൂളുകളിൽ ഏൽപ്പിച്ചിട്ട് പോകും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലുള്ള ഒന്നുകിൽ ആയമാർ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലുള്ള ടീച്ചേഴ്സ് കുഞ്ഞിന് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെലുത്തും. അപ്പോൾ അവരുടെ ഈഗോ സ്റ്റേറ്റിൽ, പേരന്റൽ ഈഗോ സ്റ്റേറ്റിൽ ഇവരുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം TV പ്രോഗ്രാമുകളാണ്. പലപ്പോഴും പല വീടുകളിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് TV വെച്ച് കൊടുക്കുന്നു, അവര് അത് ഇരുന്ന് കാണുന്നു. പലപ്പോഴും വയലൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വയലൻസ് കാണുന്ന കുഞ്ഞുങ്ങൾ ഇത് ശരിയാണെന്ന് ധരിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കുഞ്ഞിന് ഉള്ളിലേക്ക് വരുന്ന ന്യൂസ് എഡിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ TV പ്രോഗ്രാമുകൾ പേരൻസിനെ പോലെ തന്നെ ഈ കുഞ്ഞിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവന്റെ ഉള്ളിലെ പേരന്റിൽ വീണ്ടും വയലൻസ് നിറയുന്നു. അത് ശരിയാണെന്ന് ധരിക്കുന്നു. ഇനി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ഇങ്ങനെയുള്ള വയലൻസ് സീൻസ് കാണുകയാണെന്നുള്ള ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. മാതാപിതാക്കൾ കാണുന്നു, അത് ആസ്വദിക്കുന്നു, അതിനെ അപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞ് ധരിച്ചു വെക്കും, എൻ്റെ മാതാപിതാക്കളോടൊപ്പമാണ് ഞാനിത് കാണുന്നത്. അവിടെ അവരുടെ കൺഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ അതൊരു ഡബിൾ കൺഫർമേഷനായി മാറുന്നു. ഇവിടെ വലിയ ഒരു അപകടം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പല കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മറ്റ് ഗാഡ്ജറ്റ്സ് കൊടുക്കുന്നു, മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നു അവർക്ക് കളിക്കാൻ. അവരതിലെ പല പരിപാടികളും കാണാറുണ്ട്, ഗെയിംസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഗാഡ്ജറ്റ്സും കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ കൊടുത്ത് ശീലിപ്പിക്കുന്നു. ഇവിടെയെല്ലാം വലിയ അപകടം പതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആ പിതൃഭാവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോകാം. പേരന്റ് ഈഗോ സ്റ്റേറ്റ്, അവരുടെ വൊക്കാബുലറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ടോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഗസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റർ ഇവയെ പറ്റിയെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഷുഡ്, ഡോണ്ട് ഡു, ഓൾവേസ്, ഇവയെല്ലാം ഒരു ക്രിട്ടിക്കൽ പേരന്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. ഡോണ്ട് ഡു ദാറ്റ്, യു മസ്റ്റ് ഡു ഇറ്റ്, ബിക്കോസ് ഐ സെഡ് സോ, അല്ലെങ്കിൽ അത് ക്രിട്ടിക്കൽ പേരന്റിൽ നിന്ന് വരുന്നതാണ്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു, അത് നർച്ചറിങ് പേരന്റ്. പുവർ തിങ്, നർച്ചറിങ് പേരന്റ്. ഇങ്ങനെയുള്ളതാണ് പേരന്റിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, സ്മൈൽ എൻകറേജിംഗ്ലി, അങ്ങനെയുള്ള കാര്യങ്ങൾ.
പേരന്റ് ഈഗോ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കുഞ്ഞിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ടോൺ ഓഫ് ദ വോയിസ്, ലൗഡ്, ഹാർഷ്, കണ്ടംപ്ച്വസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പേരന്റ് ഈഗോ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. അതുപോലെ അവരുടെ പോസ്റ്റർ, പോയിന്റഡ് ഫിംഗർ, ഷേക്കിംഗ് ഹെഡ്, ആംസ് ഫോൾഡഡ് ഇൻ ചെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമുക്കിനിയും ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ശിശുഭാവം എന്താണ്, എങ്ങനെയാണ് ഒരു കുഞ്ഞിൽ എങ്ങനെ ഇത് ഉടലെടുക്കുന്നു, ഉത്ഭവിക്കുന്നു, എങ്ങനെ ആലേഖനം ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളിൽ എല്ലാവരിലും ഒരു പേരന്റ് ഈഗോ സ്റ്റേറ്റ് ഉണ്ടാകുന്ന നിമിഷം മുതൽ ഏതാണ്ട് 5 വയസ്സ് വരെ ആലേഖനം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റും ഉണ്ട്. പേരന്റ് ഈഗോ സ്റ്റേറ്റിലേക്ക് വരുന്ന കാര്യങ്ങൾ പുറത്തു നിന്നുള്ള ഡേറ്റയാണ്, എക്സ്റ്റേണൽ ഡേറ്റ. ശിശുഭാവത്തിലേക്ക് വരുന്നത് ഇന്റേണൽ ഡേറ്റയാണ്, അതായത് കുഞ്ഞിനുണ്ടാകുന്ന ഫീലിങ്സ് ആണ് പ്രധാനമായും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവൻ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തലച്ചോറിൽ രേഖപ്പെടുത്തുന്നു, അതാണ് ശിശുഭാവം. ഇതും ജനിക്കുന്ന നിമിഷം തന്നെ തുടങ്ങുന്നു. ജനിക്കുന്ന നിമിഷം മുതൽ ഇത് കണ്ടിന്യൂ ചെയ്ത് 5-6 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ കുഞ്ഞിന്റെ അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. എന്താണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ? ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ അത് പതുക്കെ വളർന്നു വരുന്നു, ഈ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയുവാനുള്ളത്, ആ കുഞ്ഞെന്ന് പറയുന്നത് ഒരു കുഞ്ഞാണ്. അവന് പരിപൂർണമായിട്ടും മറ്റുള്ളവരിൽ ആശ്രയിച്ചാണ് അവന്റെ മുമ്പോട്ടുള്ള പോക്ക്. അതുപോലെ തന്നെ അവൻ കഴിവില്ലാത്തവനാണ്. അവൻ ഒന്ന് മൂവ് ചെയ്യാൻ പോലും തുടങ്ങുന്നത് 10 മാസം കഴിഞ്ഞിട്ടാണ്. അവന് അർത്ഥമുള്ള വാക്കുകൾ പറയുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് ഈ കുഞ്ഞിനുള്ളത്. അതുപോലെ തന്നെ അവന്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. കുഞ്ഞിന് അവൻ്റെതായ ശാരീരിക ആവശ്യങ്ങളുണ്ട്, അവന് വിശപ്പുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 10 മാസത്തോടെ നേരത്തെ പറഞ്ഞതുപോലെ അവന് ഒരു ചലനശേഷി കിട്ടുന്നു. അവൻ പതുക്കെ നടക്കാൻ തുടങ്ങുന്നു. ഈ നടക്കാൻ തുടങ്ങുമ്പോൾ അവൻ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ അവൻ പലതും എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങുന്നു, പലതും ഫീൽ ചെയ്തു തുടങ്ങുന്നു. അവൻ കയ്യിൽ കിട്ടുന്നത് വലിച്ചെറിഞ്ഞെന്നിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞിൽ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഇവൻ ഇതെല്ലാം ചെയ്യുമ്പോൾ അവന്റെ ഇഷ്ടപ്രകാരമാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും പേരൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പേരന്റൽ അപ്രൂവൽ ഇത് ലഭിക്കുന്നില്ല. ഇങ്ങനെ കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു നോട്ട് ഓക്കെ ഫീലിംഗ് ഉടലെടുക്കുന്നു. ഞാൻ ശരിയല്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, കാരണം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവരെന്നെ അനുവദിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു നോട്ട് ഓക്കെ ഫീലിംഗ് ഉടലെടുക്കുന്നു. ഇവയെല്ലാം ചേർത്ത് എന്താണ് സംഭവിക്കുന്നത്? കുഞ്ഞിന് ഒന്നും മനസ്സിലാകാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ കുഞ്ഞിനെ എത്തിക്കുന്നു. ഇങ്ങനെയാണ് അവന്റെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകുന്നത്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, 4-5 വർഷത്തേക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവയെല്ലാം അവന്റെ മനസ്സിൽ എന്നേക്കുമായി പതിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം ഒരു കുഞ്ഞായിരിക്കുന്നത് കൊണ്ടുള്ള അവസ്ഥയാണ്. ഇവയെല്ലാം ഏറ്റവും നല്ലതെന്ന് നാം വിളിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് അതായത് ഈ മാതാപിതാക്കളുടെ ഇന്റൻഷൻ ഇവിടെ യാതൊരുവിധ പ്രാധാന്യവുമില്ല. മാതാപിതാക്കൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഡേറ്റ അവൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അവന് യാതൊരുവിധ തിരുത്തലുകൾ വരുത്തുവാൻ സാധിക്കുന്നില്ല. മാതാപിതാക്കളുടെ ഇന്റൻഷന് ഇവിടെ യാതൊരു പ്രാധാന്യവുമില്ല. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഈ നല്ലവരെന്ന് വിളിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് സ്ഥിതി ഇതാണെങ്കിൽ, കുഞ്ഞുങ്ങളെ നോക്കാത്ത, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്തായി തീരും? അവരുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ ആ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്തായിരിക്കും ആലേഖനം ചെയ്യപ്പെടുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇത്രയും നേരവും കണ്ടുകൊണ്ടിരുന്നത് കുഞ്ഞിന്റെ ഉള്ളിലെ നെഗറ്റീവ് ഫീലിങ്സ് ആണ്. കുഞ്ഞിന്റെ ഉള്ളിൽ നെഗറ്റീവായിട്ട് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് ഒരു ബ്രൈറ്റ് സൈഡും കൂടിയുണ്ട്. ഈ നെഗറ്റീവ് ഫീലിങ്സിനോടൊപ്പം വളരെയധികം പോസിറ്റീവ്സും ഈ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത,
ഈ കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ ഉടലെടുക്കുന്നു. തൊടാനും അനുഭവിക്കുവാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസസ് നമ്മൾ പറയുന്ന ആഹാ എക്സ്പീരിയൻസസ് എല്ലാം ആലേഖനം ചെയ്യപ്പെടുന്നത് ഈ കുഞ്ഞിന്റെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് കുഞ്ഞിന്റെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെ പറ്റി കൂടുതലായിട്ടൊന്ന് നോക്കാം. വൊക്കാബുലറി, അതായത് വാവ്, ഗിവ് മീ വാട്ട് ഐ വാണ്ട്, മൈൻ, ഐ വിഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നമുക്ക് ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലായിരിക്കുന്ന ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ മുതിർന്നവരായാലും ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഈ വൊക്കാബുലറി, ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ. ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരും ഇവയെല്ലാം പ്രകടിപ്പിക്കും. വൊക്കാബുലറി, ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ, ജസ്റ്റർ, ഇതെല്ലാം നമുക്ക് അതെല്ലാം വായിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻ, അവന്റെ പലപ്പോഴും പ്രായമുള്ള ആൾക്കാർ പോലും കരയുന്നതായിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കരയുന്നതായിട്ട് കാണാം. അവിടെയൊക്കെ നമ്മുടെ ഉള്ളിലെ ചൈൽഡാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ ഐസ് ടിൽറ്റഡ് ഐസ്, അപ്ലിഫ്റ്റഡ് ഐസ്, ടിൽറ്റഡ് ഹെഡ്, വൈഡ് ഐഡ്, ഫ്ലട്ടറിങ് ഐലാഷസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര പ്രായമായ വ്യക്തികളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ആ വ്യക്തിയുടെ ഉള്ളിലെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് പ്രകടിപ്പിക്കുന്ന വികാരങ്ങളാണ്. ഇനി നമുക്ക് ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ തന്നെ മൂന്ന് തരം ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്സ് കാണാൻ സാധിക്കും. അതായത് ആദ്യത്തേത് ഫ്രീ ചൈൽഡ്, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന FC, ഫ്രീ ചൈൽഡ് എന്നൊരു വ്യക്തിത്വമുണ്ട്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണത് ഫ്രീ ചൈൽഡ്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, അവൻ വളരെ ഉത്സാഹമുള്ളവനായിരിക്കും. അവൻ വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവനായിരിക്കും. ഈ കുഞ്ഞിന്റെ ഫ്രീ ചൈൽഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വളരെയധികം നിഷ്കളങ്കത കാണുവാൻ സാധിക്കും, നൈർമല്യം കാണാൻ സാധിക്കും, ഇഷ്ടപ്പെടുന്നതൊക്കെ സ്വന്തമാക്കുവാനുള്ള ഒരു ആഗ്രഹം കാണും. അതുപോലെ തന്നെ അവന്റെ വ്യക്തിത്വം ആകർഷകമാക്കുവാൻ അവൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള സവിശേഷതകളാണ് ഈ സ്വതന്ത്ര ശിശുഭാവം അല്ലെങ്കിൽ ഫ്രീ ചൈൽഡിന് ഉള്ളത്. നൈസർഗികതയുടെ കേന്ദ്രം ആയിരിക്കും ഈ ഫ്രീ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. യാതൊരു കൃത്രിമത്വവും അവിടെ കാണുന്നില്ല. ഇങ്ങനെ ഈ ഫ്രീ ചൈൽഡ് നമ്മുടെ ഉള്ളിൽ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഫ്രീ ചൈൽഡ് നമ്മുടെ ഉള്ളിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ജീവിതം വെറും യാന്ത്രികമായി തീരും. ഇത് വളരെയധികം മടുപ്പുളവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് കളികളിൽ ഏർപ്പെടാനും ആസ്വദിക്കാനും ഉള്ള പ്രത്യേക കഴിവുകളുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കുഞ്ഞിൽ റെബല്യസ് ചൈൽഡും അഡാപ്റ്റഡ് ചൈൽഡും രൂപപ്പെടുന്നു? ഈ ഫ്രീ ചൈൽഡ് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവന്റെ സ്വതന്ത്രഭാവം കൂടിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഫ്രീ ചൈൽഡ് പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് നിയമങ്ങളിൽ വിശ്വാസമില്ല, യാതൊരുവിധ നിഷ്കർഷതകളും അവർക്ക് താല്പര്യമില്ല, യാതൊരു വേലിക്കെട്ടുകളിലും അവർക്ക് താല്പര്യമില്ല, യാതൊരു കൺട്രോൾസും അവർ അംഗീകരിക്കുന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവർ സമൂഹത്തിന് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവർ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരായിത്തീരും. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ, ഈ ഫ്രീ ചൈൽഡിനെ മെരുക്കിയെടുക്കാൻ മാതാപിതാക്കൾ തന്നെ ശ്രമിക്കും. അപ്പോഴാണ് അതിൽ നിന്ന് രണ്ട് ഭാവങ്ങൾ രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ ആദ്യമായിട്ട് നമുക്ക് അഡാപ്റ്റഡ് ചൈൽഡ്, ഫ്രീ ചൈൽഡിനെ മെരുക്കിയെടുത്ത് രൂപപ്പെടുത്തുന്ന മറ്റൊരു ഭാവമാണ് അഡാപ്റ്റഡ് ചൈൽഡ്. അതായത് മാതാപിതാക്കൾ പറയുന്നത് അവനനുസരിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള കഴിവുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല.
മെരുക്കിയെടുക്കലിന്റെ ഭാഗമായി ഒരുപക്ഷെ അവനൊരു റെബല്യസ് ചൈൽഡ്, ഒരു വികൃതി കുട്ടി എന്ന് വേണേൽ നമുക്ക് മലയാളത്തിൽ പറയാൻ സാധിക്കും. ഒരു വികൃതി കുട്ടിയായി തീരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഫ്രീ ചൈൽഡിനെ മെരുക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ അഡാപ്റ്റഡ് ചൈൽഡ് ആകും, അല്ലെങ്കിൽ അവനൊരു റെബല്യസ് ചൈൽഡ് ആകും. അത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ചാൾസ് ശോഭരാജിനെ പറ്റി. ചാൾസ് ശോഭരാജിനെ പറ്റി പറയുമ്പോൾ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നാണ് ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വളരെയധികം റെബല്യസ് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഭാവങ്ങൾക്ക് പുറമെ ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്നതിന് പുറമെ നമ്മുടെ ഉള്ളിൽ ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. എന്താണ് ഈ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്? അതായത് നമ്മുടെ മനസ്സിലെ മൂന്നാമത്തെ ഭാവമാണ് ഈ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പക്വഭാവം. ശിശുഭാവവും പിതൃഭാവവും ജനിക്കുമ്പോൾ തന്നെ രൂപപ്പെട്ടു തുടങ്ങുന്നു. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് അതിനുശേഷമാണ്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇത് രൂപപ്പെട്ടു തുടങ്ങുന്നത്. അതായത് ചുറ്റുപാടുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് തൻ്റെ ഉള്ളിലെ അഡൽട്ടിൽ നിന്നും, തൻ്റെ ഉള്ളിലെ പിതൃഭാവത്തിൽ നിന്നും, തൻ്റെ ഉള്ളിലെ ശിശുഭാവത്തിൽ നിന്നും ഡേറ്റകൾ സ്വീകരിച്ച് വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക, വേണ്ടതുപോലെ പെരുമാറുക, യുക്തമായ രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റിന്റെ ഉദ്ദേശമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 3 സോഴ്സസിൽ നിന്ന് ഈ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിലെ പേരന്റിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചൈൽഡിൽ നിന്ന്, പിന്നെ അതിനു പുറമെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിന്ന് അവയെ വിശകലനം ചെയ്ത് ഒരു നിഗമനത്തിലെത്തുവാൻ പേരന്റ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പം ഈ 3 അവസ്ഥകളെ പറ്റിയും ഏതാണ്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചില വ്യക്തിത്വങ്ങളെ പറ്റി നമുക്ക് പരിശോധിച്ച് നോക്കാം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അവിടുത്തെ വൊക്കാബുലറി, ഫേഷ്യൽ എക്സ്പ്രഷൻ. അതായത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, നമ്മൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം, നമ്മുടെ ഭാഷ, നമ്മുടെ ടോൺ, ഇവയെല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വൊക്കാബുലറി, നമ്മൾ എപ്പോഴും ക്ലാരിഫിക്കേഷൻസ് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ, എപ്പോൾ, എവിടെ എന്നീ ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ പലപ്പോഴും നമ്മൾ ഓൾട്ടർനേറ്റീവ്സിന് വേണ്ടി നോക്കും. നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ വൊക്കാബുലറി പലപ്പോഴും വരുന്നത്. വളരെ തോട്ട്ഫുൾ ആയിരിക്കും ഇവർ. ചുറ്റുപാടും വളരെ കാര്യമായിട്ട്, അറ്റൻറ്റീവായിട്ട് നോക്കുന്നവരായിരിക്കും. അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരായിരിക്കും. വളരെ അലേർട്ടായിരിക്കും. അതുപോലെ അവരുടെ ശബ്ദം വളരെ ക്ലിയർ ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് പ്രധാനമായും കണ്ടുവരുന്ന വ്യക്തികളിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഈ 3 ഭാവങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾക്കറിയാവുന്ന ചില പ്രധാന വ്യക്തിത്വങ്ങളെ പറ്റി നോക്കാം. ഈ വ്യക്തികളിൽ കണ്ടിട്ടുള്ള പ്രീഡോമിനന്റ് ആയിട്ടുള്ള, അതായത് മുന്തി നിൽക്കുന്ന സ്വഭാവ സവിശേഷത, ഭാവങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത് മനസ്സിലായോ എന്ന് നോക്കാനും കൂടിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ മുന്തി നിന്നിരുന്ന ഭാവങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറയാൻ സാധിക്കുമോ? ചാറ്റ് ബോക്സിലേക്ക് ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത്. മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വത്തിന്റെ ഏതു ഭാഗമാണ് അഡൽട്ട് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ വളരെയധികം അഡൽട്ട് ഭാവഭേദങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ലേ, ഒരു കവിളത്ത് അടി കിട്ടിയാൽ മറ്റേ കവിളും കൂടെ കാണിച്ചു കൊടുക്കണം എന്ന്.
ഒരു കവിളത്ത് അടി കിട്ടിയാൽ അത് നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഇതാരാ സംസാരിക്കുന്ന? ദീപ്തി. ദീപ്തി, നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും അല്ലെ? ഒന്നുകിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു കവിളത്ത് അടി കിട്ടിയാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്? അവിടെ ഒരുപക്ഷെ സമാധാനം ഉണ്ടാക്കാനായിരിക്കും അല്ലെ? അദ്ദേഹത്തിനുള്ളിലെ തോട്ട്ഫുൾ പേഴ്സൺ ആയിരിക്കും അത് അവിടെ വരുന്നത്. ഇനിയും അത് നമുക്ക് തീർച്ചയായിട്ടും അതെടുക്കാൻ പറ്റും. അദ്ദേഹത്തിനുള്ള അഡൽട്ട് ആണ്, അവിടെ സമാധാനം ഉണ്ടാക്കണം, വഴക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കവിളത്ത് അടി കിട്ടിയാൽ മറ്റേ കവിളൂടെ കാണിച്ചു കൊടുക്കാം. അപ്പൊ അവിടെ വളരെ ഒരു നല്ല സമാധാനം ഉണ്ടാകും. വളരെ ശരിയാണത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി നോക്കാം. നമ്മുടെ അച്യുതാനന്ദന്റെ വ്യക്തിത്വം, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയിലേക്ക് തിരിച്ചു പോയാൽ അദ്ദേഹത്തിൽ മറ്റു പല വ്യക്തിഭാവങ്ങളും കാണാൻ സാധിക്കും. ആർക്കെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ? അദ്ദേഹത്തിൽ ഈ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിന് പുറമെ മറ്റ് എന്ത് ഈഗോ സ്റ്റേറ്റുകൾ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും? അദ്ദേഹത്തിൽ പേരന്റ് ഉണ്ടോ? ചൈൽഡ് ഉണ്ടോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൽ ചൈൽഡ് ഉണ്ടെന്ന് പറയുന്നത്? കേട്ടില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കുന്നതിന് വല്ലാത്ത പിടിവാശി കാണിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം വേണ്ട അവസരങ്ങളില് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പിടിവാശി എടുക്കാറുണ്ടായിരുന്നു. അതുപോലെ ഒരാൾ എഴുതി, അദ്ദേഹത്തിൽ നേർച്ചറിങ് പേരന്റ് വളരെയധികം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നേർച്ചറിങ് പേരന്റ് അത് നമുക്കപ്പോൾ കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധിയിൽ എല്ലാ ഭാവഭേദങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു സന്തുലിത വ്യക്തിത്വത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൽ നർച്ചറിങ് പേരന്റ് ഉണ്ട്, ക്രിട്ടിക്കൽ പേരന്റ് ഉണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൽ ചൈൽഡ് ഭാവം പല സമയത്തും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൽ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് പല സമയത്തും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ, അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകാനായിട്ട് നമുക്ക് അച്യുതാനന്ദനെ പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ അച്യുതാനന്ദനെ പറ്റി അദ്ദേഹത്തിൽ എന്ത് ഈഗോ സ്റ്റേറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയാമോ? അദ്ദേഹത്തിൽ അഡൽട്ട് ഭാവം ഉണ്ടായിരുന്നു, പക്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ പക്വഭാവം ഉണ്ടായിരുന്നു. അത് ക്രിട്ടിക്കൽ പേരന്റ് ആണോ, നർച്ചറിംഗ് പേരന്റ്? മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴ് പല തീരുമാനങ്ങൾ. പക്വഭാവം എന്നാണ് പറഞ്ഞത്. ശരി, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഓക്കെ, അദ്ദേഹം ഒരു റെബല്യസ് ചൈൽഡ് ആവാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൽ തീർച്ചയായിട്ടും റെബല്യസ് ചൈൽഡ് ഉണ്ടായിരുന്നു. പല സമയങ്ങളിലും അദ്ദേഹം പാർട്ടിക്കുള്ളിലും പല സ്ഥലങ്ങളിലും അത് പ്രകടിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സമയങ്ങളിലും അദ്ദേഹത്തിന്റെ ചില സംസാര രീതികൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. പലപ്പോഴും അദ്ദേഹം മറ്റുള്ളവരെ അനുകരിക്കുന്ന രീതിയിൽ ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഫ്രീ ചൈൽഡ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തുള്ള അദ്ദേഹത്തിന്റെ ആ കോമിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ജനത്തെ ഒത്തിരി ആകർഷിച്ചിരുന്നു. അതുപോലെ വളരെ വലിച്ചു നീട്ടി സംസാരിക്കുന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ, അല്ലേ? അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിലും നമുക്ക് പല അവസരത്തിൽ, അതായത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രധാന വ്യക്തിത്വങ്ങളിൽ അവർക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഭാവങ്ങൾ മാറ്റിയെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് മലയാള സിനിമയിലെ ചില പ്രധാന കഥാപാത്രങ്ങളെ പറ്റി ഒന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ മോഹൻലാലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇവിടെ കണക്ഷന്റെ ചില പ്രശ്നങ്ങളും ഉണ്ട്. ഷെയറിംഗ് വേണ്ടി ഇവിടെ നമുക്ക് സ്ഫടികം എന്ന സിനിമയിലെ മോഹൻലാലിനെയാണ് കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ഈഗോ സ്റ്റേറ്റ് ഈ അവസരത്തിൽ ഈ കഥാപാത്രത്തില്, മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ഇത് എന്താണെന്ന് നമ്മൾ അത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഒരു റെബല്ലിയസ് ചൈൽഡാണ് ഇവിടെയുള്ളത്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഒരു റെബല്ലിയസ് ചൈൽഡിന്റെ വളരെ ഉത്തമമായ, അതായത് ഇവിടെ നമുക്ക് എന്തുകൊണ്ട് മോഹൻലാൽ ഈ കഥാപാത്രത്തിൽ ഒരു റെബല്ലിയസ് ചൈൽഡായി നമുക്കത് പരിശോധിച്ചാൽ, ഇദ്ദേഹത്തിന്റെ പിതാവ് അന്ന് അതിൽ അഭിനയിച്ചിരിക്കുന്നത് തിലകനാണ്. അദ്ദേഹം വളരെയധികം ശിക്ഷിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്ന കസേരയുടെ അടിയിൽ കെട്ടിയിട്ട് അടിക്കുമായിരുന്നു. കണക്കിന് മാർക്ക് കുറയുമ്പോൾ വളരെയധികം ശിക്ഷകൾ കൊടുത്താണ് ഈ കഥാപാത്രത്തെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം അഡാപ്റ്റഡ് ചൈൽഡ് ആകുന്നതിന് പകരം ഈ കഥാപാത്രം ഒരു റെബല്ലിയസ് ചൈൽഡായി മാറി. അതാണ് ഈ കഥാപാത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് റെബല്ലിയസ് ചൈൽഡ് എന്ന ഈഗോ സ്റ്റേറ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇതിൽ കാണാം. അതിൽ തന്നെയുള്ള തിലകനാണിത്. ഈ തിലകൻ ഒരു പേരന്റ് ആയിരുന്നു. ആദ്യ ഭാഗത്ത് ക്രിട്ടിക്കൽ പേരന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൈ പോകുന്നത് കാണാം. നീ ചെയ്തത് എന്താണ്? ആ കുറ്റപ്പെടുത്തലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ക്രിട്ടിക്കൽ പേരന്റിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. അദ്ദേഹത്തിന്റെ മുഖഭാവം, കയ്യുടെ ഭാവം, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ പേരന്റിന്റെ മുഖഭാവം കാണാൻ സാധിക്കും. പക്ഷെ ആ സിനിമ കണ്ടവർക്ക് അറിയാൻ സാധിക്കും, അദ്ദേഹം ആ സിനിമയുടെ അവസാനത്തെ ഭാഗത്ത് ഈ ക്രിട്ടിക്കൽ പേരന്റ് എന്നുള്ള ഭാവം മാറി അദ്ദേഹം ഒരു നർച്ചറിങ് പേരന്റായി മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ആദ്യ ഭാഗത്ത് ആ ലോറിയിൽ ചെകുത്താൻ എന്ന് എഴുതി വെച്ചിരുന്നു. അത് പിന്നീട് അത് സ്ഫടികം എന്നാക്കി മാറ്റി. അവിടെ ഒരു നർച്ചറിങ് പേരന്റിന്റെ ഭാവം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുമായിരുന്നു. ഇനി നമുക്ക് കിലുക്കം എന്ന സിനിമയിൽ രേവതി അവതരിപ്പിച്ച കഥാപാത്രം. ഇവിടെ ഒരു നാച്ചുറൽ ഓർ ഫ്രീ ചൈൽഡ്, അവര് ഒരു ഭ്രാന്തിയായിട്ടാണ് അഭിനയിക്കുന്നത്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ കളിയും ചിരിയും തോന്നുന്നതെല്ലാം തോന്നുന്ന പോലെ ചെയ്യുക, കയ്യിൽ കിട്ടിയത് വലിച്ചെറിയുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം രേവതി അവതരിപ്പിച്ച കഥാപാത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഫ്രീ ചൈൽഡിന് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഹിറ്റ്ലർ എന്ന സിനിമയിൽ മമ്മൂട്ടിയെ ഒന്ന് നോക്കാം. ഇവിടെ ഈ മമ്മൂട്ടിയിൽ ആദ്യം നമുക്ക് ഒരു ക്രിട്ടിക്കൽ പേരന്റ്, ആദ്യം നമുക്കൊരു നർച്ചറിങ് പേരന്റ്, സ്വന്തം സഹോദരിമാരെ വളരെയധികം സ്നേഹത്തോടെ നോക്കി വളർത്തുന്ന ഒരു സഹോദരൻ. അതാണ് ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം. ഒരു വളരെ നല്ലൊരു നർച്ചറിങ് പേരന്റിനെ ഇതിൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇവരെ നിലയ്ക്ക് നിർത്തുന്നു, ഇവരെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവിടെ ഒരു ക്രിട്ടിക്കൽ പേരന്റ്, ഈ കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന ഒരു ഭാവം കാണാമല്ലോ. ഇത് ഒരു നാച്ചുറൽ ചൈൽഡിന്റെ ഭാവമാണ്. എന്തോ സംഭവിച്ചു, അവരെ ഞാൻ ശരിയാക്കും എന്ന രീതിയിൽ വെട്ടാനായിട്ട് പുറത്തേക്ക് പോകുന്നു. ഇവിടെ നാച്ചുറൽ ചൈൽഡിന്റെ എല്ലാ ഭാവഭേദങ്ങളും കാണാൻ സാധിക്കും. ഇങ്ങനെ മമ്മൂട്ടിയുടെ ഈ കഥാപാത്രത്തിൽ ഈ 3 ഭാവഭേദങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ദിലീപ് അവതരിപ്പിച്ച കിങ് ലയറിലെ ഒരു സീനാണിത്. ഇവിടെ ദിലീപിന്റെ കഥാപാത്രം വളരെ വ്യക്തമായിട്ട് ഒരു നാച്ചുറൽ ചൈൽഡാണ്. ഇത് കണ്ടവർക്ക് മനസ്സിലാകും, ഇത് ഒരു നാച്ചുറൽ ചൈൽഡാണ്. ഇവിടെ ലിറ്റിൽ പ്രൊഫസർ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നാച്ചുറൽ ചൈൽഡിന്റെ ഒരു ഭാവഭേദമാണ് ലിറ്റിൽ പ്രൊഫസർ എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് ചില അമളികൾ പറ്റുമ്പോൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാനായിട്ട് ഒരു വിദ്യ കണ്ടുപിടിക്കുന്നു. ആ വിദ്യ നടത്തുന്ന ആ ഉള്ളിലെ ഭാവത്തിനാണ് ലിറ്റിൽ പ്രൊഫസർ എന്ന് പറയുന്നത്. ദിലീപ് ഈ കഥാപാത്രത്തിൽ വളരെയധികം, ഇത് കണ്ടവർക്ക് മനസ്സിലാകും, വളരെയധികം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്.
ഒരു ലിറ്റിൽ പ്രൊഫസർ ചെയ്യുന്ന ഉള്ളിലെ ലിറ്റിൽ പ്രൊഫസർ ചെയ്യുന്ന പല പ്രവൃത്തികളും ദിലീപ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് എന്നെ കേട്ടിരിക്കുന്നവര് നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുമോ, നമ്മൾ കണ്ട മലയാളം സിനിമയിൽ, നിങ്ങൾ കണ്ടിട്ടുള്ള മലയാള സിനിമയിൽ ഉള്ള കഥാപാത്രങ്ങൾ ഈ ഈഗോ സ്റ്റേറ്റുകളെ പറ്റി പറയാൻ സാധിക്കും? ബാലേട്ടനിലെ മമ്മൂട്ടി. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല എങ്കിലും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്നുള്ളതാണ്, അതായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വേറെ ഏതെങ്കിലും പറയാൻ സാധിക്കുമോ? ജഗതിയുടെ മിക്കവാറും ജഗതിയുടെ ആ തമാശകള്, കളികള്, ജഗതി ശ്രീകുമാറിന്റെ പല കഥാപാത്രങ്ങൾ വളരെയധികം ശരിയാണ്. വളരെയധികം കഥാപാത്രങ്ങൾ ജഗതിയുടെ ഫ്രീ ചൈൽഡ് കാണിക്കുന്നുണ്ട്. ബാലേട്ടനിൽ മോഹൻലാല് തീർച്ചയായിട്ടും, അതുപോലെ ജഗതിയുടെ കഥാപാത്രങ്ങൾ, അതുപോലെ ദിലീപിന്റെ പല കഥാപാത്രങ്ങളും ആ ഒരു ചൈൽഡിഷ് സ്റ്റേറ്റിലേക്ക് പോകുന്ന, ആ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് കാണിക്കുന്ന പലതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഉദാഹരണങ്ങൾ കാണിക്കാൻ സാധിക്കുമോ? നമ്മുടെ സമയം ഏതാണ്ട് 5 മിനിറ്റും കൂടെ ഉള്ളൂ. മണിച്ചിത്രത്താഴിലെ മോഹൻലാല് അഡൽട്ട് അല്ലേ? മണിച്ചിത്രത്താഴിലെ മോഹൻലാൽ തീർച്ചയായിട്ടും, അതിനകത്ത് അദ്ദേഹത്തിന് ചൈൽഡും ഉണ്ട്, പക്ഷേ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് അഡൽട്ട് ആണ്. കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, അതിനെ പല വഴികളിൽ കൂടി അനലൈസ് ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. ചൈൽഡ്, അതിനകത്തെ തമാശ രംഗങ്ങൾ കാണാൻ ചൈൽഡ് കാണാം, എങ്കിലും ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിലെ അഡൽട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ആശയവിനിമയത്തിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ 3 ഈഗോ സ്റ്റേറ്റ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇത് പലപ്പോഴും 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ 2 വ്യക്തികളല്ല സംസാരിക്കുന്നത്, അവരുടെ ഉള്ളിലെ ഭാവങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു, 3 വ്യക്തിഭാവങ്ങളെ പറ്റി കണ്ടു. അതിൽ തന്നെ പേരന്റിന് 2 ഭാഗങ്ങളുണ്ട്, ചൈൽഡിന് പല ഭാഗങ്ങളുണ്ട്. ഈ ഭാവങ്ങളാണ് പലപ്പോഴും ഈ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. 2 വ്യക്തികൾ എന്നതിനേക്കാൾ ഉപരി പല ഭാവങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർണത ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഉണ്ടാകുവാൻ ഈ പല ഭാവങ്ങൾ തമ്മിലുള്ള ഇടപെടലാണ്. ഈ ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ പല പ്രശ്നങ്ങളും ഇല്ലാതാവും എന്നാണ് എറിക് ബേണിന്റെ കണ്ടെത്തൽ. അതായത്, ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് ഉത്തരം എൻ്റെ ഉള്ളിൽ 3 ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എപ്പോൾ, ഏത് സമയത്ത്, ഏതാളാണ് എന്നെ ഭരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. ഇനി നമ്മൾ നമ്മുടെ കൺട്രോൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് ഏറ്റവും വലിയ ദാനമായിട്ടുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ ടിഎയിൽ നിന്നുള്ള അറിവ് നമ്മളെ സഹായിക്കും. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വ ബോധം വേണം. ഈ ഉത്തരവാദിത്വ ബോധം നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ അവയർനെസ് ഉണ്ടാകണം. ഈ അവയർനെസ്സിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ അവയർനെസ് നമ്മളിലേക്ക് എത്തിക്കുവാൻ ഉള്ള വളരെ ലളിതമായ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇതുവരെ പഠിച്ച PAC മോഡൽ, അതായത് പേരന്റ് അഡൽട്ട് ചൈൽഡ് മോഡൽ. ഈ സബ്ജക്റ്റ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇവിടെ കേൾക്കത്തില്ല എന്നൊരു മെസ്സേജ് വന്നു. കേൾക്കാമോ?
കേൾക്കാം. Yes, ഇപ്പോൾ കേൾക്കാം. Okay. കേൾക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ അവയർനെസ്സിലേക്ക് നമ്മെ നയിക്കാൻ പറ്റിയ വളരെ ലളിതമായ ഒരു കൺസെപ്റ്റാണ് ഇതുവരെ നമ്മൾ പഠിച്ച PhD. അതായത് ഇത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിൽ ഡിഗ്രി കിട്ടും, പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ സബ്ജക്റ്റിന്റെ വളരെ സംക്ഷിപ്തമായ, വളരെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനായ ടോബി അച്ഛന് എനിക്ക് ഈ അവസരം തന്നതിന് അദ്ദേഹത്തെ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ സഹപ്രവർത്തകർ, ആത്മമിത്രയിലുള്ള എല്ലാ സഹപ്രവർത്തകരെയും വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. താങ്ക് യു സാർ, വളരെ സന്തോഷം. സാർ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ ഒരു പ്രോസസ്സ്, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന ഒരു നീണ്ട തിയറിറ്റിക്കൽ കൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു. അതിലെ പാരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്നുള്ള ആ ഈഗോസ്, അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിലെ ഒരു സോഫ്റ്റ്വെയർ ഫോർമേഷൻ പീരീഡ് എന്ന നിലയിൽ ആ 6 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ഈഗോ സ്റ്റേറ്റ്സ് നല്ല നിലയിൽ അവതരിപ്പിച്ചു. അതിൽ ഏറ്റവും ഇംപ്രസീവായിട്ട് ഫീൽ ചെയ്തത് ഉദാഹരണങ്ങളാണ്. ആ എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്ന സിനിമയിലെ രംഗങ്ങൾ, ആ മോഹൻലാലിന്റെയും രേവതിയുടെയും മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും ജഗതിയുടെയും ഒക്കെ രംഗങ്ങൾ പറഞ്ഞപ്പോ കുറച്ചുകൂടി അത് രസകരമായി ഫീൽ ചെയ്യുകയും ചെയ്തു. അത് കൂടുതൽ അതിന്റെ ആ സ്ട്രെങ്ത്, ആ ഡെപ്ത് ഉൾക്കൊള്ളാനും കഴിഞ്ഞു. വളരെ സന്തോഷം. വളരെ ആ നല്ല നിലയിൽ അവതരിപ്പിച്ച ഡൊമിനിക് സാറിന് വളരെ ഹാർദവമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഡിയർ പാർട്ടിസിപ്പൻസ്, ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ള സമയം ഒരു 10 മിനിറ്റോളം സമയമുണ്ട്. നമുക്ക് ഈ വിഷയവുമായിട്ടുള്ള ഡിസ്കഷൻ, നമുക്ക് എന്താണോ അറിയേണ്ടത് കൂടുതൽ അതുമായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വേണ്ടി ഉള്ളൊരു അവസരമാണ്. വളരെ ഹാർദവമായി നിങ്ങളെ ഓരോരുത്തരും അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. യെസ്, വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വെരി നൈസ്ലി സെഡ്, യുനോ. നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്ന ഒരു വല്ലാത്തൊരു ഭംഗിയോട് കൂടിയാണ് സാർ അത് അവതരിപ്പിച്ചത്. വളരെ കൃത്യമായിട്ട്. എനിക്ക് കോളേജിൽ പ്രൊഫസറൊക്കെ ഇങ്ങനെ മുമ്പിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. വാട്ട്സോ എവർ, എനിക്ക് ഈ ക്ലാസ് ഇനി ഒരു പ്രാവശ്യം കൂടി കേട്ടാൽ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടോ. അപ്പൊ ഇത് 2ാമത്തെ പ്രാവശ്യം അല്ല, ഇത് ഷെയർ ചെയ്യുന്നതിൽ എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തണത് ഞാൻ ആഗ്രഹിക്കുക. കാരണം കുറെ നോട്ട്സ് ഒന്നും എഴുതാൻ വേണ്ടി പറ്റിയില്ല. അത്യാവശ്യമായിട്ട് എഴുതി വെക്കണം എന്ന് തോന്നിയ കുറെ കാര്യങ്ങള് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഉതിർന്ന് വീണിട്ടുണ്ടായിരുന്നു. ലൈക്ക് വേറെ എവിടെയും നമുക്ക് കിട്ടാത്ത രീതിയിലുള്ള കുറച്ച് വാക്കുകൾ ആ മലയാളത്തിലൊക്കെ ആക്കി കാണുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പം അതിനും എന്നെ ഒന്ന് സഹായിക്കണം അച്ചോ. Thank you so much, Dominic sir. It was very wonderful. ഇതിന് നമുക്ക് ഏത് ഈഗോ സ്റ്റേറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും? നമുക്ക് അങ്ങനെ വിട്ടാൽ ശരിയാവുമോ? എന്നെയോ? ഞാൻ ഡൊമിനിക് അങ്കിളെ അച്യുതാനന്ദനെ വരെ പിടിച്ച് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോലെ ചെയ്തപ്പോ ഡൊമിനിക് അങ്കിളിനെ നമുക്ക് ഏത് മേഖലയിൽ ഉൾപ്പെടുത്താം? ഞാൻ പറയണ്ട, വെറുതെ ചോദിക്കുന്നുള്ളൂ. അടുത്ത ആളിലേക്ക് സംശയം പറയുമ്പോൾ പേര് ആദ്യം പറഞ്ഞിട്ടൊന്ന് പറഞ്ഞോളൂ. ഡൊമിനിക് സാർ, ഞാൻ ദീപ്തിയാണ്, കോഴിക്കോടുന്ന്. വെരി ഗുഡ്. ഞാന് ഒരു BTA സ്റ്റുഡന്റ് ആണ്. എന്നാലും ടിഎയുടെ ഏത് ക്ലാസ് ഉണ്ടെങ്കിലും കേൾക്കാൻ എനിക്ക് നല്ല ആഗ്രഹമാണ്. അപ്പൊ ഡൊമിനിക് സാറിന്റെ ക്ലാസ് ഇതുവരെ കേട്ട ക്ലാസ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല രീതിയിൽ സ്ലൈഡൊക്കെ വെച്ചിട്ട് അവതരിപ്പിച്ചു. നല്ലതായിരുന്നു. സാറിന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. സാറ് മ്യൂട്ടാ, കേൾക്കണില്ല. പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് വളരെ നന്ദി. ഞാന് 1989 ഞാൻ ആദ്യമായിട്ട് TA പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 30 വർഷത്തേക്ക് TA പറ്റി പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBAക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ TA പഠിക്കാൻ അവസരം കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പം ദീപ്തി പറഞ്ഞതുപോലെ ഞാനും ഇപ്പോൾ ICTA
BTA-യുടെ ഒരു വിദ്യാർത്ഥിയാണ്. അവിടെ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനും ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. പറഞ്ഞ പിന്നെ അഭിനന്ദനങ്ങൾക്ക് വളരെ നന്ദി. താങ്ക് യു. Dominic sir, it was a great session, sir. I am Geeta from Thiruvananthapuram. Thank you. Thank you. Sir, my doubt is, you said the script can't be erased, but can be changed in the course of time. അതെ. Yes, does it happen always, sir? Every person. Yes. അതായത് നമ്മൾക്ക് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു എറിക് ബേണിന്റെ സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല, പക്ഷെ അതിനെ തിരുത്തി എഴുതാം. ഇവിടെ എങ്ങനെയാണ് തിരുത്തി എഴുതൽ നടക്കുന്നത്? അതായത് ഇപ്പോ ഫ്രീ ചൈൽഡ് വളരെയധികം ഉള്ള ഒരു ആള് എങ്ങനെ അതിനെ മാറ്റി എഴുതാൻ സാധിക്കും? ഇപ്പൊ എനിക്ക് എന്റെ അഡൽട്ടിനെ വളർത്തിയെടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ എന്റെ മറ്റേതെങ്കിലും ഭാവം വളർത്തിയെടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തെ വളർത്തിയെടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, അതാണ് ഞാൻ നിർത്തിയത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ആവശ്യമുള്ള ഭാവം, ഇപ്പൊ എനിക്ക് നെർച്ചറിങ് പേരന്റ് വളർത്തിയെടുക്കണം, എന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ആ ഭാവത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാറ്റേണ്ട ഭാവങ്ങൾക്ക് മങ്ങൽ വന്നു തുടങ്ങും, അവ കുറഞ്ഞു തുടങ്ങും എന്നാണ് TA കൺസെപ്റ്റ് പറയുന്നത്. നമുക്കത് തിരുത്തി എഴുതാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആഗ്രഹമുള്ള ഭാവത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ഭാവം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ സർ, അതിന്റെ അർത്ഥം if only the person wishes to change, അതല്ലേ? അത്രയേ ഉള്ളൂ, തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. ഓക്കെ, അത് മാത്രം, അതാണ് ഞാൻ എന്റെ ഒരു സംശയം. അല്ലാതെ എപ്പോഴും എല്ലാ പേഴ്സൺസിലും ഇത് സംഭവിക്കുന്നില്ല. അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുന്നുള്ളൂ. ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. ഡൊമിനിക് സാറെ, ഞാൻ ക്ലാസ് പേരെങ്ങനെയാണ്? വിൻസെന്റ് ജോസഫ് സാറാണോ? കേൾക്കാമോ സാർ? ബ്രേക്ക് ആകുന്നുണ്ട്. അല്ല, ഞാൻ ക്ലാസിന്റെ ആദ്യം 45 മിനിറ്റ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, കേൾക്കാമോ സാറേ? ആം ഐ ഓഡിബിൾ? ആരാണ് സംസാരിക്കുന്നത് പറഞ്ഞാൽ? ഓഡിബിൾ ആണ്. ഇപ്പൊ ഓഡിബിൾ ആണ്. ആദ്യത്തെ 45 ഞാൻ വിൻസെന്റ് ജോസഫ്. സാറിനെ എനിക്കറിയാം. ആദ്യത്തെ 45 മിനിറ്റ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ശക്തമായ മഴയാണ്. പക്ഷെ ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് ICIT-യുടെ 100 മീറ്റർ അടുത്ത് താമസിക്കുന്നതുകൊണ്ടും കണ്ടത്തിലച്ചന്റെ ക്ലാസ്സുകൾ നേരത്തെ കേട്ടിട്ടുള്ളതുകൊണ്ടും ഇതിനോട് താല്പര്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് TA വളരെ പ്രധാനപ്പെട്ട, എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ്. അപ്പൊ എനിക്കുള്ള ചോദ്യം ഇതാണ്, ഈ ആശയവിനിമയത്തില് നമ്മൾ ഈ പാരലൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ക്ലോസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മൾട്ടി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൽ ഈ സമാന്തര സംഭാഷണമാണ്. സൗഹൃദങ്ങൾ വച്ചു പുലർത്തണമെങ്കിൽ നമുക്ക് സമാന്തര സംഭാഷണം വേണം. അപ്പോൾ അവിടെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈഗോ സ്റ്റേറ്റ് പ്രകാരമായിരിക്കും. ആ ഈഗോ സ്റ്റേറ്റിൽ വരുന്ന ക്ലാഷ് സാറിന്റെ കണക്ഷൻ പോയി. ഡൊമിനിക് സർ, നമസ്കാരം. നമസ്കാരം. ഇത് ഞാൻ പ്രിയയാണ്, അങ്കമാലി എന്നാണ്. വളരെ നല്ല സെഷൻ ആയിരുന്നു സർ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടേ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോ ഇത് കൂടുതൽ ഒരു കംപ്ലീറ്റ് ഒരു കോഴ്സായിട്ട് ചെറിയൊരു സെഷൻ പോലെ 10 ദിവസമോ വല്ല ഉള്ള ഒരു സെഷനായിട്ട് വെച്ചാലേ ക്ലിയർ കട്ടായിട്ട് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് ഇതിനകത്തോട്ട് പോകാനായിട്ട് ഒത്തിരി സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്നാലേ ഒരു എന്താ പറയാ, ഒരു കോൺവെർസേഷൻ, ഇപ്പൊ നമ്മൾ ഈ ഈഗോ സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാമെന്നും അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ ഒരു ചെറിയൊരു കോഴ്സ് പോലെ അത് നടത്തിയാലേ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിനകത്ത്.
അപ്പൊ ഇതിലുള്ള പല കോഴ്സുകളും ഉണ്ട്. ICTA കോഴ്സ് അടുത്ത 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഒരു കോഴ്സ് ഉണ്ട്. ദിവസം 2 മണിക്കൂറാണ്. വൈകുന്നേരം 7:30 മുതൽ 9 വരെ. ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാൻ സാധിക്കും. വളരെ ഉപകാരപ്പെടും. ടിയുടെ ബേസിക് ടി ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഇടാമോ? തീർച്ചയായിട്ടും ഇടാം. പ്രിയ, വളരെ സന്തോഷത്തോടെ ഇടാം. താങ്ക് യു സർ. എന്റെ ചോദ്യം, ഞാൻ ഇടയ്ക്ക് ഔട്ടായി പോയായിരുന്നു. വിൻസെന്റ് സാറേ, ഞാൻ ഇടയ്ക്ക് ഔട്ടായി പോയായിരുന്നു. അതെ, ഔട്ടായി പോയി, അതെ, കണക്ഷൻ പോയായിരുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ് സാറേ, സിമ്പിൾ ആണ്. ഈഗോ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രം സ്വാധീനിക്കുന്ന ക്വസ്റ്റ്യൻ. സാറേ, സാറിന്റെ വോയിസ് ഈഗോ സ്റ്റേറ്റ്, how far it influences the effective communication? സാർ, ഇവിടെ ഇത്രയും ഇവിടെ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഇപ്പൊ ഞാൻ കേട്ടു ഈഗോ സ്റ്റേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സാറിന്റെ ചോദ്യം. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ മുഴുവനായിട്ടും, അതായത് നമ്മുടെ ഭാവത്തിലെ ഏത്, കേൾക്കാവോ സാറിന്? ഹലോ, കേൾക്കാം. അതായത് പറഞ്ഞു വന്നത്, ഞാൻ അവസാന ഭാഗത്ത് പറഞ്ഞത്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ 2 വ്യക്തികളല്ല സംസാരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ഭാവങ്ങളാണ് സംസാരിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ ആ ക്രോസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ അവിടെ സംഭാഷണം നിന്നു പോകും. പാരലൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മനസ്സിന്റെ ഏത് ഭാവത്തിൽ നിന്നാണ് നടത്തുന്നത്. അതായത് ഒരു കുഞ്ഞ് ചെന്ന് അതിന്റെ അമ്മയോട് എന്തെങ്കിലും ചോദിക്കുന്നു. ആ കുഞ്ഞിന്റെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നും അമ്മയുടെ പേരന്റ് ഈഗോ സ്റ്റേറ്റിലോട്ടായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നും അമ്മയുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലേക്ക് ആയിരിക്കും, അമ്മയെ കളിക്കാൻ വരാമോ എന്റെ കൂടെ. അവിടെ രണ്ടുപേരും കുഞ്ഞിന്റെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നും അമ്മയുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനോടാണ്, എടാ പോടാ, എനിക്ക് ഇതിനുള്ള സമയമില്ല. അവിടെ സംഭാഷണം നിന്നുപോയി. അതേസമയം വാ മോനെ നമുക്ക് ആന കളിക്കാം, അല്ലെങ്കിൽ വാ മോളെ നമുക്ക് ഇത് കളിക്കാം. അവിടെ ആ ചൈൽഡും തമ്മിൽ ഇടപെടുന്നു, ആ സംഭാഷണം മുമ്പോട്ട് പോകുന്നു. അവിടെയാണ് പാരലൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്, സംഭാഷണം മുമ്പോട്ട് പോകുന്നത്. അപ്പം ഏത് നമ്മളോട് ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവൻ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നു, നമ്മുടെ ഏത് ഈഗോ സ്റ്റേറ്റിനോട് ചോദിക്കുന്നു, ഏതിൽ നിന്ന് നമ്മൾ പ്രതികരിക്കുന്നു, അതിനനുസരിച്ചാണ് സംഭാഷണം മുമ്പോട്ട് പോകുന്നത്. സാർ കേട്ടോ? Thank you, sir. Thank you very much. Thank you. സാറേ, വിൻസെന്റ് സാറേ. ഹലോ, പറഞ്ഞു സാറേ. സാറിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുണ്ട്. അതായത് 2017 സാറിന്റെ ഒരു ക്ലാസ്സിൽ, അതായത് ഞങ്ങളുടെ 25ാം വെഡിങ് ആനിവേഴ്സറിക്ക് സാറാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത്. അത് ഞാൻ എന്തോ അത് പിന്നെ പുതിയ റോഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള പള്ളിയിൽ. അല്ലല്ല, എറണാകുളത്ത് പുതിയ റോഡിന് ഓപ്പോസിറ്റ് ഉള്ള പള്ളിയിൽ, പുതിയ റോഡിലേക്ക് പോകുന്ന പള്ളി. അതായത് എറണാകുളത്തെ വൈറ്റില പുതിയ റോഡ്, അതിന്റെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്, അവിടെ വെച്ചായിരുന്നു. ഇവിടെ അടുത്ത സംശയങ്ങളുണ്ടോ? ഇവിടെ ഒരു ആരുടെയാ? പിണറായി വിജയന്റെ ഈഗോ സ്റ്റേറ്റ് നമുക്ക് കൂടുതലായും കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തില് വളരെ ശക്തമായ ഒരു ക്രിട്ടിക്കൽ പേരന്റ് കാണാൻ സാധിക്കും. വളരെ ശക്തമായിട്ടൊരു ക്രിട്ടിക്കൽ പേരന്റ് പിണറായി വിജയനിൽ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ ആരോടും യാതൊരു ബഹുമാനക്കുറവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇവരെല്ലാം വളരെ ബഹുമാനമാണ്, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിൽ വളരെ ശക്തമായ ഒരു ക്രിട്ടിക്കൽ പേരന്റ് ഈഗോ സ്റ്റേറ്റ് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും നോട്ടീസബിൾ ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ അദ്ദേഹത്തിൽ ശക്തമായ ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് ശക്തമായിട്ട്. പക്ഷെ ഒരു നെർച്ചറിങ് പേരന്റ്, ഈ പല സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഇന്നത്തെ അവസ്ഥകളിൽ പലതും അദ്ദേഹത്തിന്റെ ഇടപെടലുകളിൽ ഒരു നെർച്ചറിങ് പേരന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ്
ആ വ്യക്തിത്വത്തിന്റെ ക്രിട്ടിക്കൽ പേരന്റ് ആയിരുന്നു ഏറ്റവും പ്രകടമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പലതും അദ്ദേഹത്തിലെ നെർച്ചറിങ് പേരന്റിനെ പ്രകടിപ്പിക്കുന്നതായിരുന്നു. ഈ രോഗികളെ, ഈ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിപ്പ രോഗികളെ ചികിത്സിക്കുന്ന കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു നെർച്ചറിങ് പേരന്റിനെ വെച്ച് കൈകാര്യം ചെയ്യുന്നതായിട്ട് കണ്ടതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൽ ആ ചൈൽഡ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തമാശകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അച്യുതാനന്ദൻ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു തമാശകളോ അതിലേക്കൊന്നും അദ്ദേഹം ഒരിക്കലും പ്രവേശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അത് വെരി ഗുഡ്, ഭയങ്കര അനാലിസിസ് ആണ്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. നമുക്ക് ആ ചോദ്യത്തോടു കൂടി കേൾക്കുന്നുണ്ട്. റിബേലിയസ് ആയിട്ടുള്ള ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് അവരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? ഇത് വളരെ മനഃശാസ്ത്രപരമായ ഒരു ചോദ്യമാണ്. ഞാൻ അതിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും പല രീതികളുണ്ട്. പക്ഷെ എനിക്ക് അതിലേക്ക് പോകാനുള്ള ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. വളരെ വിനയപൂർവ്വം ഞാൻ പറയുന്നു. ലഘുവായിട്ട് നമുക്ക് ഒരു ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് സംസാരിച്ചാൽ അവരെ ഒന്ന് ശാന്തമാക്കാം എന്ന് മാത്രം. തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ അതായത് ഒരു പേരന്റ് ആണ് അവനെ കറക്റ്റ് ചെയ്യേണ്ടത്. ഒരു പേരന്റും അഡൽട്ടും ചേർന്നുള്ള ഒരു ഇത് മാത്രമേ തീർച്ചയായിട്ടും അവനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവന് അവിടെ പല മനഃശാസ്ത്ര ടെക്നിക്കുകളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് ഒരു അഡൽട്ടിന്റെ പ്രസക്തി വരുന്നത്. അതുപോലെ ഒരു നെർച്ചറിങ് പേരന്റിന്റെ ശക്തമായ ഇടപെടൽ അവിടെ ആവശ്യം വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവനെ ആ റിബല്യസ് ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ചെറിയൊരു കൂട്ടിച്ചേർക്കൽ നടത്തിക്കോട്ടെ. റിബല്യസ് ആയിട്ട് കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഒരു ക്രിട്ടിക്കൽ പേരന്റിന് അവിടെ റോളുണ്ട്. കുട്ടി മുറിപ്പെടുകയാണെങ്കിൽ ഒരു നേർച്ചറിങ് പേരന്റിന് അവിടെ റോളുണ്ട്. ബട്ട് വിത്ത് ഓൾവേസ് വിത്ത് ദ പ്രോമിസ്, ഇഫ് യു ബിഹേവ് റെസ്പോൺസിബിളി ഐ വിൽ ഡീൽ വിത്ത് യു ലൈക്ക് അഡൽട്ട് ടു അഡൽട്ട്. ഓക്കെ, വളരെ നന്ദി ടോബി അച്ഛാ. വളരെ സിമ്പിൾ ആണ്. നോൺ ടി എ റെസ്പോൺസ് ആണ് കേട്ടോ. ഞാനും ടി എ സ്പെഷ്യലിസ്റ്റ് അല്ല. ഞങ്ങൾ എന്റെ ഗുരുനാഥൻ എന്ന് അച്ഛനെ പറ്റി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നമ്മൾക്ക് ഇവിടെ സമയം ആയതുകൊണ്ടാണ് അങ്ങനെ ഇടപെടുന്നത്. എന്നാൽ നമ്മുടെ ചർച്ച, ഈ വിഷയത്തിന്റെ ടിയുടെ ചർച്ച നമ്മൾ തുടരേണ്ടത് നാളെ രാത്രി 8 മണി വരെയാണ്. ദാറ്റ് മീൻസ് ഗ്രൂപ്പ് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ സെഷൻ കഴിയുമ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് അതിൽ വീണ്ടും ഒരു ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ളവർക്ക് തന്നെ അതിന്റെ മറുപടികളൊക്കെ ചിലപ്പോൾ പറയാനുണ്ടാകും. നമുക്ക് നീണ്ട ആ ഒരു 11 മണിക്കൂർ അതാണല്ലോ ഇനി ഉള്ളത് നമ്മുടെ മുന്നിലുള്ളത്. നാളെ രാത്രി 8 മണി വരെ അതുവരെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസ് എന്നുള്ള നിലയിൽ നിങ്ങളെ ഓരോരുത്തരെയും, അതേപോലെ തന്നെ അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ പ്രധാന താരമായിരുന്ന, അങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക, 30 വർഷം മുമ്പ് എവിടെയോ പഠിച്ച ടിയെ പൊടി തട്ടിയെടുത്ത് വീണ്ടും അതിന്റെ ഔന്നത്യത്തിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്ന ഡൊമിനിക് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.